So guys, welcome back to another video episodes of അല്ല വേണ്ട പിന്നെ സക്സസ്ഫുള്ളി ഗൈസ് നമ്മൾ 10K വ്യൂസ് അടിക്കാറായിട്ടുണ്ട്. 10K വ്യൂസ് ഉണ്ട് ഗൈസ്. വെറും 200 സബ്ബേ ഉള്ളൂ. പക്ഷെ എന്താണ് ഗൈസ്, ആരും സബ്ബില്ല. അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് ഏകദേശം ഒരു 7K അല്ലേ ടീച്ചർ, 7K അല്ലേ ഗൈസ്. അപ്പോൾ നമുക്കൊരു 3.2K ലൈക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഉണ്ട്, എല്ലാവരും ലൈക്ക് അടിച്ചങ്ങ് പൊട്ടിച്ചേക്കാം. അടിച്ച് പൊട്ടിക്കുക ഗൈസ്, അടിച്ച് പൊട്ടിക്കുക. പിന്നെ സബ്ബും ചെയ്യില്ല, ആരും സബ് ചെയ്യാൻ 99% ആൾക്കാർ സബ്ബില്ല ഗൈസ്. അപ്പോൾ അതൊന്നും ചെയ്യുക പ്ലീസ്. അപ്പം നമ്മൾ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു പഴയ വേൾഡിൽ എടുത്ത് കളിച്ചിട്ട് ഞാനിപ്പോൾ കോപ്പറോണ്ട് ഞാൻ ലോഡായിട്ട് എനിക്കറിയാം, അപ്പോൾ പറയാം. പിന്നെ ഇത് ലോഡാവുന്നതിൻ്റെ മുന്നേ എല്ലാവരും സബ് ചെയ്യുക. 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ എല്ലാവരും സബ് ചെയ്തു എന്ന് തോന്നുന്നു, ലൈക്കും അതിൻ്റെ ഒപ്പം ചെയ്തു എന്ന് തോന്നുന്നു. സോറി പറയാൻ മറന്നാണ്. ഞാൻ വേണമെങ്കിൽ ലൈക്കും സബും ഞാൻ ഒരു 3 തന്നെ എൻ്റെ ഉള്ളിൽ ചെയ്യാം. 1 2 3 സ്റ്റാർട്ട്. ഇപ്പോൾ നമ്മൾ 10K അടിച്ചിട്ടുണ്ടാവും മിക്കവാറും സബ്സ്ക്രൈബേഴ്സ്. തള്ളിവിട്ടതാണ് കേസ്. നിങ്ങൾ വിചാരിച്ചാൽ നമുക്ക് 10K ഒക്കെ അടിക്കാൻ പറ്റും. നിങ്ങൾ വിചാരിച്ചാലേ നടക്കുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യില്ല, ഞാൻ കുറേ ചോദിക്കലൊക്കെ ഉണ്ടായി. പിന്നെ എനിക്കെന്തെങ്കിലും ചലഞ്ച് ആ ഗൈസ്, ഭയങ്കരത്തിൽ ഇന്നതാവാണ്ട് ചെയ്യണം, ഇന്നല്ലാണ്ട് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ചലഞ്ച് അത് ഞാൻ ചെയ്ത് നോക്കാം. ഓക്കെ, ലോഡായിട്ട് കാണിക്കാന്ന് പറയേണ്ട ആവശ്യമില്ല. ലോഡായി, ഏകദേശം സക്സസ്ഫുള്ളി ലോഡായി. കഥം പേടിച്ച് കണ്ടോ ഗൈസ്, നോക്കിയ. പിന്നെ ഒരു കാര്യം കാണിച്ചുതരാം. ഫുള്ള് ഹാർമർ, അതും കോപ്പറിൻ്റെ ഹാർമർ. എന്തെങ്കിലും പറയാണ്ട് നിങ്ങൾക്ക് ഇല്ലയെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താ ഇതിൻ്റെ തൊള്ളറിഞ്ഞു പോയാന്ന്. ഇല്ല, അങ്ങനെയല്ല, ഒന്നുമില്ല. ഫർണസിൽ ഇതിട്ട് കത്തിക്കുക. അപ്പോൾ വെളിച്ചമായി, വെറുതെ ബൾബ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഉറങ്ങി രാവിലെ ആവട്ടെ, വേഗം അങ്ങനെ രാവിലെ. അപ്പോൾ ഇതൊക്കെ കുക്കായി തോന്നുന്നു. ഇന്നത്തെ ടൈം പോയിട്ടില്ല ഗൈസ്. പക്ഷേ എന്തല്ലേ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ട് തോന്നുന്നു ഇത് ടൈം പോകത്ത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇതൊക്കെ ഒന്നായിട്ട് കാണിക്കാം. ഇതൊക്കെ പൊട്ടിച്ചെടുത്താൽ എവിടെയാ? ബിക്കോസ് ഞാൻ പൊട്ടിക്കും, ടൈമില്ല. ജന്തുവോ എന്തും എൻ്റെ വിചാരം, ടൈമില്ല. ബെഡും അതും വേണം. ഇതൊച്ച മാത്രം എന്താ അറിയില്ല ഗേസ്. എന്ത് മണ്ണാങ്കട്ടയിൽ നമുക്ക് അറിയാലോ ഗേസ്, നമുക്ക് പേടിയില്ല. അൺകംഫർട്ടബിളി, നമുക്ക് പേടി എന്ന് പറയുന്ന സാധനമൊക്കെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയെങ്ങനെ നമുക്ക് പേടി എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. പിന്നെ ഗൈസ് ഞാനേ ഒരു സെറ്റ് സ്പോട്ട് കണ്ടുപിടിക്കട്ടെ, എന്നിട്ടൊരു വീട് പണിയാണ്. അതല്ലേ തുടങ്ങിയില്ല, അപ്പം ഇതിന് വീട് പണി തുടങ്ങി. അതാണ് ഗൈസ് ഞാൻ ഇച്ചി പേടി ഉണ്ടായിട്ടൊന്നല്ല, ചെറിയ ഭയം.
വേണ്ട 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 വീട് വേണ്ട. ഓക്കെ ഓക്കെ അല്ല പണിയില്ല. വേണ്ട ആയിക്കൂടെ ചുറ്റി വളഞ്ഞു പോകേണ്ടി വരും. വെച്ച് ചാവാൻ കേസ്. അതുകൊണ്ടാണ് ചത്തിട്ട് ഇപ്പം തന്നെ ചത്താൽ നാണക്കേടാണ്. അപ്പോൾ അങ്ങനെ ആവണേനൊന്നും നാണക്കേടില്ലല്ലോടാ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. സോറി, അൺഫോർട്ടബിളി ഇത് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് അത് അങ്ങനെ ആയത്. കത്തം ഓക്കെ വേണ്ട, അതിന് വെറുതെ അതിൻ്റെ മെക്കിട്ട് കയറുന്നില്ല. പിന്നെ എൻ്റെ കയ്യിലിപ്പോൾ ഇതുണ്ട്, ബോട്ടയുടെ ബോട്ട് ടിഷ്യൂ അതിൻ്റെ മുകളിൽ നല്ല സ്ഥലമുണ്ട്. ഇങ്ങോട്ട് പൊട്ട ഗൈസ്, അതിൻ്റെ മുകളിൽ നല്ല ഇങ്ങോട്ട് പോ കരയെ തടിച്ചോ പൊട്ടി അതും കിട്ടി. ഇനി ഹലോ ലാവ ഗൈസ്, ലാവയിൽ ബോട്ടിട്ട് കത്തൂലേ എനിക്കറിയാം. അടി അങ്ങനെ പൊട്ടത്തരം. ലാവ കിട്ടി, അപ്പുറത്തേക്ക് വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഇല്ലാത്ത മൈൻഡിൽ വെള്ളം ലാവയും കൂടി കൂട്ടിമുട്ടിയാലോ ഒബ്സിഡിയൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. പൊട്ടത്തനാണോന്ന് എനിക്കറിയില്ല. നമുക്കുണ്ടാവേടി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പേടിച്ചിരുന്ന നമ്മൾ എല്ലാവരെയും എപ്പോഴും പേടിച്ചിരുന്ന ബൈക്ക് പോലെ ചാവാൻ വജ്ജ. കുതിരയെ ചാവണ്ടെങ്കിൽ ഓടിക്കോ. വേണ്ടക്ക് വജ്ജ, ചാവാൻ വയ്യാത്തോണ്ടാണ്. അമ്മേ അത് നിന്ന് കത്തലൊക്കെ അതിൻ്റെ ഉശീരുണ്ടോ നിങ്ങൾ? അതാണ് കേസ് അതിൻ്റെ ഉശീര്. മറ്റേത് പറഞ്ഞാൽ അതിൻ്റെ ഉശീരല്ല അത്, അതതിൻ്റെ ഒരു ഉശീരാണ്. അതാണ് ഇതിൻ്റെ ഉശീരായത്. അത് ഇല്ലെങ്കിൽ ഇപ്പം അതെങ്ങനെ ഇതിൻ്റെ ഉശീരാവാൻ ചാൻസ് ഇല്ലല്ലോ. ഒരു കേവ് കാണുന്നുണ്ട്, ചെല്ലണോ? ചെന്നാൽ കത്തമാവോ? വേണ്ട, ചാവാൻ വെച്ച കോപ്പറിൻ്റെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടേ ചാവൻ്റെ അവസാനം. അതാലോചിക്കുമ്പോഴാണ് സങ്കടം. പൊട്ട 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 പൊട്ടി എന്തുവാടെ ഇപ്പം അങ്ങോട്ട് ചാടിയ സാധനം? എന്തോ സാധനം തടിച്ചാൽ ഇങ്ങോട്ട് खत्म हो गया चलो जस्ट मिस കേട്ടാ ഇവിടുന്ന് ഞാൻ ചാടിയ ഖത്തം ആയനെ ഖത്തം ഹോ ഗയാ അമ്മേ ചത്തുകൊണ്ടേയോ ചനെ ചാവണ്ടറ ടൈം ഇല്ലയോ നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങ് അടിയിലോട്ട് ബി ആണല്ലയോ ഞാൻ ഇവിടെ നിന്ന് നേരെ അടിയിലോട്ട് അങ്ങ് കുഴിച്ച് പോവാം
ഇത്തിരി. ഇങ്ങനെ ഇരുന്നാൽ നിലത്തോട് ചാടില്ലല്ലേ അല്ലേ? അതിവിടെ അല്ലയോ കണ്ടായിരുന്നേ? യെസ്, എൻ്റെ ഊഴം കറക്റ്റാണ് ഗൂയ്സ്. അവിടെ നിന്ന് അങ്ങനെ വീണ കൊണ്ടല്ല, ഖത്തം ഹോ ഗയാ. അതുകൊണ്ടാണ് ഞാൻ എത്ര കംഫർട്ടായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി സീല അതിൻ്റെ അടിപ്പെട്ട എനിക്ക് വയ്യ. ഞാൻ അങ്ങോട്ടോ ഒന്നും പോകത്തില്ല. ഇനി അയൺപിക്കാൻ അത് ഉണ്ട്, പേടിക്കണ്ട. എത്ര അയണ ഗൈസ് നോക്ക്. പേടിയാ. അല്ല, നീ എന്തോ എനിക്ക് ഇങ്ങനെ പേടിക്കണിരുന്നു കണ്ട്. പൊരുതും നമ്മൾ പൊരുതിയിരിക്കുന്ന ആൾക്കാരാ. എൻ്റെ പൊന്നെ കിടന്നുറങ്ങി രാവിലെ തൊട്ടായേക്കും. വേഗം ഞാനിങ്ങനെ തഴോട്ടിറങ്ങി. പേടിയാവുന്നു. പറഞ്ഞു കുഞ്ഞാ. ഒരിതുണ്ട് കയ്യിൽ വെറുതെ ഇരിക്കുക, അതെടുത്ത് അങ്ങോട്ട് ഇട്ട് നോക്കിയല്ല. ഇതൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. ചാവാനായതൊന്നുണ്ട്, പക്ഷെ വേറെ ഇല്ല ദാനം. ഒറ്റൊന്നുണ്ട്, അത് പോരാ ദാനം. നമുക്ക് ഇപ്പം തൽക്കാലം അത് വേണ്ട. അത് നടക്കുന്ന പണിയല്ല മച്ചാനെ, നമ്മളെ കൊണ്ട് നടക്കത്തില്ല. കോള് വേണം. എന്ത് പേടി, എൻ്റെ പൊന്നു. തിരിച്ചില്ല അല്ല. എല്ലാം പഴയ പോലെ തന്നെയല്ലേ? യെസ്, ഞാൻ കണ്ടു. അത് ഞാൻ കണ്ട സാധനം തന്നെയല്ലയോ? അതെ. വേമ്പോ മച്ചാനെ, വേമ്പോടാ പോതാ. അപ്പോൾ നമുക്ക്
ഉണ്ടായിക്കോ ഉണ്ടായിക്കോ ഉണ്ടായിക്കോ. വേണ്ട, ചാവാൻ വയ്യ. ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു ഫർണസ് വെക്കട്ടെ. ഫർണസ് അങ്ങോട്ട് എന്തിനോതരം ഇടുന്നത് തല്ലിക്കല്. സോറി വേദവേ ഇവിടെ ചാടിയ ചാവുന്നുള്ള കാര്യം ഉറപ്പാണ്, അതുകൊണ്ട് ഞാൻ ചാടുന്നില്ല. ഓ ഒരു അയണിങ് ബോട്ട് കിട്ടി, അയണിങ് കെട്ട് 2 കിട്ടി. അങ്ങനെ 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 ഞാൻ വിചാരിച്ച് കരിഞ്ഞാന്ന്. അത് ആ മരം കണ്ടാൽ ഞാൻ വിചാരിച്ചത് കരിഞ്ഞു വരാന്ന്. എന്തെണ്ണായി 8 അയണിങ് കെട്ട് കിട്ടും. കോപ്പർ കൊണ്ട് ഇപ്പം നമ്മൾ എല്ലാം ഉണ്ടാക്കി, ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായി. ഓ ഒറ്റ കൂടി ലാസ്റ്റ്. ഓക്കെ അമ്മ 2 കട്ട 3-4 കട്ട ലൈഫ് അങ്ങ് കത്തും പുകയായിട്ടുണ്ട്. ഇനി പോകും വഴി എങ്ങനെയാകും? ഒരുപാട് കാണുന്നുണ്ട്. മതി സൈഡ്. അപ്പം നമ്മൾ രാവിലെ ആകുമ്പോൾ ഓക്കെ, നമ്മൾ അടുത്ത ഇത് അയൺ എടുത്തിട്ടുണ്ട്. കുറച്ചധികം എടുക്കാം. അല്ല മൊത്തം എടുക്കും, നമ്മൾ വാരി കൊണ്ടുപോകാം അങ്ങോട്ട്. നീ എവിടെയാണ് അയൺ കണ്ടേ? അയൺ കെട്ടിനെ എവിടെയാണ് കണ്ടേ? എൻ്റെ മോനെ എവിടെ അയണുണ്ട്? കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. ആ അവിടെയാണല്ലേ. കണ്ട വരുന്നുണ്ട്. പറഞ്ഞേ അവിടെ നിന്ന് ഒരുത്തൻ എഴുന്നള്ളുന്നുണ്ടെന്ന്. മീനവനാണ്. ഓക്കെ, ഇതെന്താ റയർ കിട്ടുന്നാലും എടുത്തേക്കാം. വലിയ ഉപകാരമുള്ള സാധനമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ചോദിക്കേണ്ടത് ചിലപ്പോൾ കമൻറ്റ് എന്ത് തരത്തിലും അതിൻ്റെ ഉള്ളിൽ ഇട്ടേ ഇറങ്ങിപ്പോയാൽ അതിന് മാത്രം തരും കൊണ്ടുവന്ന്. പിന്നെ അതിങ്ങനെയൊക്കെ തന്നെ കേസ് പഠിക്കുന്നത്. അവിടെ ഇവിടെ
എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു ഗൈസ്. കാലമാട എന്തിൻ്റെങ്കിലും ഇക്കൊരു കൊണ്ടുവരണോ ഗേസ് ഗെയിം അവസാനിക്കാൻ പോവാ. ചാവ് തൊലഞ്ഞു പോന്നു ദുരന്തമേ. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും തളരുന്നവരല്ല ഗേസ്. അപ്പോൾ നമുക്ക് വേഗം തളരാം. എന്തൊക്കെ ഉണ്ടാക്കിയതായിരുന്നു, എന്തായിരുന്നു ഈ ക്ലിപ്പ്? ഈ മോശമാണ് ഗേസ്. അതും ഒരു ഹൈറ്റിന്ന് തോണിയാൽ ചത്തു. എങ്ങനെ പറയാൻ പറ്റും? അതവനവൻ്റെ വിധി. നമ്മൾ തോറ്റുപോയില്ലടാ, നമ്മളെപ്പോഴും ജയിക്കത്തില്ല. നമ്മൾ സീനല്ലേടാ. ഒരയണക്ക് അത് പോയിന്ന് വെച്ചാൽ എന്ത് ഗൈസ്, അത് ഇനി സ്പോണാവുന്നല്ലേ. ഞാൻ ഇനി അത് എടുത്തിട്ട് അയൺ എടുത്തിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചിട്ടുള്ളൂ. ഒന്നും പറയാനില്ല, നന്നായിപ്പോയി, കണക്കായിപ്പോയി. ഉണ്ടാക്ക്. ക്രാഫ്റ്റിംഗ് ടേബിൾ. ജസ്റ്റ് ഒന്നും വേണ്ട. അപ്പം നമ്മൾക്ക് ഒരു വാളയിങ് പോരട്ടെ, ഒരു മരം വെട്ടുന്ന സാധനം പോരട്ടെ, ഒരു പിക്കാസ് പോരട്ടെ, ഇത് പോരട്ടെ. ഇത്രയും മതി. ഇപ്പോൾ തല്ലിക്കല്ലോ, അത് മതി എന്ന് പറഞ്ഞാൽ അത് മതി. ഓക്കെ, ഇനി നമ്മളങ്ങ് പോകുന്നു എങ്ങോട്ട് എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും ഒരു സ്ഥലത്തോട്ട് പോകുന്നു. ഒരു പീസ് അയൺ എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. എന്ത് കണ്ടും കാര്യമില്ല, അത് ഞാൻ എടുക്കും, എടുത്തിരിക്കും. ഇനിയിപ്പോൾ ഞാൻ എന്തോ എടുക്കും. ഇനിയിപ്പോൾ ആരും വരത്തില്ല ഇങ്ങോട്ട്. അതിക്രമിച്ച് കയറാനാണോടാ നിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതു തന്നെ പൊട്ടിരും. ഇതാണ്ടാ ക്രീപ്പർ. അല്ലെങ്കിൽ അല്ല, കയ്യിലെന്തെങ്കിലും ഉള്ളൊരു മേടിച്ചാൽ പോരെ. ഞാൻ എന്തിനു മേടിക്കണം? കയ്യിലൊന്നും ഇല്ല, കാര്യമായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ എന്തിനു മേടിക്കണം? തീരെ ഓർത്തില്ല. ഇവിടെ ഇല്ലാണോ? ആർക്കടാ എനിക്ക് എന്നതുണ്ട്.
ഒരു കല്ല് മണ്ണ് ചാടി കിടക്കാൻ മണ്ണുംകട്ടേൻ്റെ മുകളിൽ കൂടി ചാടി കിടക്കാൻ അറിയാത്തവനാണ് ഇവൻ. നട്ടാണ് ഇല്ലട്ടെ അമ്മേ ഇപ്പം എൻ്റെ ചന്തിക്കാൻ അമ്പ് വിടും. പോടാ പൊട്ട ഉന്നമില്ലാത്തവനെ. എൻ്റെ വരവ് കണ്ടതുകൊണ്ട് എന്നെ അങ്ങെടുത്ത് പണിയാൻ വന്നെന്ന്. പാടാ പാടാ, എനിക്ക് നിന്നെയൊന്നും പേടില്ല. ക്രീപ്പർ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, എനിക്ക് പേടിയാ സത്യമായിട്ടും. ഓടോടോടോടോടോടോ വെള്ളത്തിൽ മുങ്ങി ചാടി മുങ്ങി ഓടിക്കോ, ഒന്നും നോക്കണ്ട. ഇത് കുടിക്കാണ് സീന് വെച്ചാനെ. ഓക്കെ ഇതല്ലയോ മറ്റേ സ്ഥലം? ഏത് മറ്റേത്? ക്രീപ്പറൊക്കെ ഉള്ള സ്ഥലമല്ലേ ഇത്? ക്രീപ്പറാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക. ഇത്രയൊക്കെ ആക്കില്ല ഗൈസ്. അവസാനം ഒരു ഇവൻ്റ് കൊണ്ട് വീണ് ചത്ത്. ഓക്കെ, പക്ഷേ നമ്മൾ തിരിച്ചു വരും ഗൈസ്. തിരിച്ചു വന്നാൽ ഇതിലേറെ പവറിലായിരിക്കും വരിക. ഓക്കെ, ബൈ.